അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എല്ലാ വർഷവും റമദാനിൽ നഗരത്തിലെ പ്രശസ്തമായ ആ പള്ളിയിൽ അദ്ദേഹം വരാറുണ്ട്. കമ്മിറ്റിക്കാർ പ്രത്യേകം വിളിച്ചു വരുത്തുന്നതാണ്. റമദാൻ രണ്ടാമത്തെ പത്തിൽ കുറച്ചു ദിവസം അദ്ദേഹം അവിടെ വിശിഷ്ടാതിഥിയായി കഴിയും. ധാരാളം പേർ ആദരിക്കുന്ന ഒരു ദിവ്യനാണ് അദ്ദേഹം. പള്ളിയുടെ സൈഡിലുള്ള ഭാഗത്തിരിക്കും. എന്തൊക്കെയോ ചൊല്ലുന്നത് കാണാം. എന്നാൽ ഒരൊറ്റ ജമാഅത്ത് നമസ്കാരത്തിലും അദ്ദേഹം പങ്കെടുക്കാറില്ല. ആളുകൾക്കൊന്നും അതിൽ യാതൊരു പ്രശ്നവും തോന്നിയിരുന്നില്ല. ഒരു അസർ നമസ്കാര ശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നമസ്കരിക്കാത്തത്? താങ്കൾക്ക് അതൊന്നും ബാധകമല്ലേ? ഉച്ചത്തിലുള്ള മറുപടി ഇങ്ങനെയായിരുന്നു, നീ നിന്റെ പണി നോക്ക്. മഹാനോട് അപമര്യാദയാണ് നീ കാണിച്ചത്. വലിയ അപകടം വരാനിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് സുഹൃത്തുക്കൾ എന്നെ ഭയപ്പെടുത്തി. മുസ്ലിം എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ നിർവഹിച്ചത്. അതിനാൽ എനിക്കൊരു ദോഷവും വരില്ല. ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ തന്നെ അതൊന്നും തന്നെ ഇവരുടെ കാരണത്താലുമായിരിക്കില്ല. എന്തായാലും അതിനുശേഷം ജീവിതത്തിൽ അസാധാരണമായ പ്രയാസങ്ങളൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, പല രംഗങ്ങളിലും ഉയർച്ചയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും സ്നേഹവും ആദരവും ബഹുമാനവും നൽകണം. എന്നാൽ തെറ്റുകളോ വീഴ്ചകളോ കണ്ടാൽ അത് ഗുണകാംക്ഷാപൂർവം ഉണർത്തുകയും ചോദ്യം ചെയ്യുകയും തിരുത്തുകയും വേണം. മറിച്ച് അവർക്ക് ദിവ്യ പരിവേഷം നൽകൽ വളരെ അപകടകരമാണ്. ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ പുരോഹിതൻ എന്ന ഒരു ഏജന്റിനെ മിക്ക മതങ്ങളിലും കാണാം. ആരാധനാകർമ്മങ്ങൾക്കും അനുഷ്ഠാന ക്രിയകൾക്കും ഇസ്ലാമിൽ അങ്ങനെ ഒരു മധ്യവർത്തിയുടെ ആവശ്യമില്ല. ഖുർആൻ മനപ്പാഠം കൂടുതലുള്ള വ്യക്തിയെ സംഘടിത നമസ്കാരത്തിന് ഇമാമായി നിൽക്കുന്നതിന് മുൻഗണന നൽകാം. അറിവുള്ള, കുതുബക്ക് കഴിവുള്ള, ജീവിതത്തിൽ ദീനീ ചിട്ടയുള്ള ആർക്കും വെള്ളിയാഴ്ച മിമ്പറിൽ കയറാം. വിവാഹത്തിന് വരനും വധുരക്ഷിതാവും 2 സാക്ഷികളുമുണ്ടെങ്കിൽ വിവാഹിതരാവാം. സക്കാത്ത് നൽകുന്നതിനോ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിനോ ആരുടെയും നേതൃത്വത്തിന്റെ ആവശ്യമില്ല. യാത്രക്ക് സംഘത്തിലുള്ള ആരെയും നേതാവാക്കാം. എത്ര ലളിതമാണ് ഇസ്ലാമിലെ ആരാധനാകർമ്മങ്ങൾ! ആരാണ് നമ്മുടെ അനുഷ്ഠാന രീതികൾക്ക് ഇത്രയും സങ്കീർണത നൽകിയത്? സ്വന്തം മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ പോലും പലരും ദുആ ചെയ്യാൻ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് കാണാം. നമുക്ക് അറിയുന്ന ഭാഷയിൽ ഹൃദയത്തിൽ തട്ടി നമ്മുടെ റബ്ബിനോട് പറയാൻ നാം എന്തിനു മടിക്കണം? നാം എന്തിനു പേടിക്കണം? ദീനിലേക്ക് പൗരോഹിത്യം വിവിധ രൂപങ്ങളിലൂടെയും ഭാവങ്ങളിലൂടെയും കടന്നുകൂടാൻ സാധ്യതയുണ്ട്. നാം ജാഗ്രത കാണിക്കണം. റസൂലേ, എന്റെ ദാസന്മാർ നിന്നോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഞാൻ അവരുടെ അടുത്തു തന്നെയുണ്ട്. പ്രാർത്ഥിക്കുന്നവർ എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം നൽകും. അതുകൊണ്ട് അവർ എന്റെ കൽപ്പന സ്വീകരിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ.